എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇത്തിക്കര, മൈലക്കാട്, കൊട്ടിയം, ഉമയനല്ലൂർ, മേവറം എന്നീ ഭാഗങ്ങളിലെ നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. പാരിപ്പള്ളി മുതൽ തിരുമുക്ക് വരെയുള്ള റോഡിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐക്കാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് ഇത്തിക്കര പാലത്തിൻ്റെ തെക്ക് സൈഡിൽ നിന്നാണ്. ഇവിടെ പാലം എത്തുന്നതിന് മുന്നേ സർവീസ് റോഡ് അല്പം താഴ്ന്നാണ് പോകുന്നത്. കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നതായി കാണാം. ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു പ്ലാന്റാണിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവസാന ഘട്ടത്തിൽ മാത്രമായിരിക്കും ഇനിയുള്ള ഭാഗങ്ങളിൽ വർക്ക് നടക്കാൻ സാധ്യത. ഇത്തിക്കരയിൽ പുതിയ 2 പാലങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. പഴയ പാലം സർവീസ് റോഡായിട്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. പാലത്തിൻ്റെ വലത് സൈഡിൽ മാത്രമാണ് സർവീസ് റോഡ് ഉള്ളത്. ഇടത് സൈഡിൽ സർവീസ് റോഡ് നിർമ്മിച്ചിട്ടില്ല. ഇത്തിക്കര പാലത്തിൻ്റെ നിർമ്മാണ പുരോഗതികൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ പുതുതായി അവിടെ വർക്കുകളൊന്നും നടക്കുന്നില്ല. പാലത്തിൽ 6 വരികളാണുള്ളത്. കൂടാതെ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള നടപ്പാതയും 2 സൈഡിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പാലത്തിൻ്റെ വടക്ക് സൈഡിൽ കുറച്ച് ദൂരത്തേക്ക് മെയിൻ റോഡിൻ്റെ വർക്ക് പുരോഗമിച്ചിട്ടുണ്ട്. തിരുമുക്കിലും ഇത്തിക്കരയിലുമാണ് പുതുതായി അടിപ്പാതകൾ നിർമ്മിക്കുന്നതായി അപ്രൂവൽ ലഭിച്ചതായി അറിഞ്ഞത്. ഇവിടെ ഒരു ഭൂഗർഭ അടിപ്പാതയായിരിക്കും വരാൻ സാധ്യത. കുറച്ചുകൂടി വലിയ അടിപ്പാതയായിരുന്നു എങ്കിൽ ആദിച്ചനല്ലൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ വളരെ സുഗമമായി കൊട്ടിയം ഭാഗത്തേക്ക് പോകാമായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്തായിരിക്കാം അടിപ്പാത വരാനുള്ള സാധ്യത. ഇവിടെ ഒരുപാട് കുടുംബങ്ങൾക്ക് ഗതാഗത സൗകര്യം ഇല്ലായിരുന്നു. ഇനി ഇവിടെ നിന്ന് നേരെ മൈലക്കാട് നിർമ്മിക്കുന്ന അടിപ്പാതയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടെ 2 സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്ക് വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. മെയിൻ റോഡിൻ്റെ വർക്കും ഏറെക്കുറെ അടിപ്പാതയോട് അടുത്ത് വരെ തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ വലത് സൈഡിലായിട്ട് വരുന്ന മെയിൻ റോഡിൻ്റെ ഭാഗത്ത് സെക്കൻഡ് ലെയർ ടാറിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് മൈലക്കാട് അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലാണ്. ഇവിടെ വർക്കുകൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇനി അടിപ്പാതയോട് ചേർന്നുള്ള ഭാഗത്താണ് ഇനി മണ്ണ് ഫില്ല് ചെയ്ത് ഉയർത്താനുള്ളത്. മൈലക്കാട് അണ്ടർപാസ് വരുന്നത് വളരെ താഴ്ന്ന ഒരു പ്രദേശത്താണ്. ഇവിടെ 2 സൈഡിലും വയലാണ്. അതുകൊണ്ടാണ് ഇവിടെ പിയറിൽ നിർമ്മിച്ചിരിക്കുന്ന അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലും വടക്ക് സൈഡിലുമൊക്കെ വർക്ക് ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നതായി കാണാം. ഇനി ഇവിടെ നിന്നും സർവീസ് റോഡ് വഴി മൈലക്കാട് അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ കാഴ്ചകളൊന്ന് പോയി കാണാം. ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ ഫസ്റ്റ് ലെയർ ടാറിങ് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇപ്പോഴത്തെ മഴ കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയ അവസ്ഥയിലാണ്.
ഇവിടെ നിന്ന് വലതേക്ക് തിരിഞ്ഞ് മൈലക്കാട് അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ കാഴ്ചകളൊന്ന് പോയി കാണാം. ഇപ്പോൾ നിൽക്കുന്നത് മൈലക്കാട് അണ്ടർപാസിൻ്റെ വടക്ക് ഭാഗത്താണ്. അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. ക്രെയിനുകൾ ഉപയോഗിച്ച് ആറിവാൾ പാനലുകൾ ഇപ്പോൾ സ്ഥാപിക്കുന്ന വർക്കും നടക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് തിരിച്ച് കൊട്ടിയത്ത് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ തെക്ക് സൈഡിലെ കാഴ്ചകളൊന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കൊട്ടിയം കഴിഞ്ഞ് വരുമ്പോഴുള്ള എൻട്രി പോയിൻ്റാണ്. എൻട്രി പോയിൻറ്റിന് വേണ്ടിയുള്ള ക്രാഷ് ബാരിയറുകൾ സർവീസ് റോഡിൻ്റെ ഏകദേശം മധ്യഭാഗം വരെയാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സിഗ്നൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അപകടം തന്നെ ഉണ്ടാക്കും. അതിലൊരു അപകടമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരു പ്രദേശത്തുള്ളവർക്കാണെങ്കിൽ ഇവിടെ ഒരു എൻട്രി പോയിൻ്റ് ഉള്ളതായി അറിയാം. പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അങ്ങനെയല്ല. ഇവിടെ പ്രോപ്പറായിട്ടുള്ള സിഗ്നലോ ലൈറ്റോ ഒന്നും തന്നെ അവൈലബിൾ അല്ല. വലിയൊരു അപകടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് മുന്നോട്ട് കൊട്ടിയം ഡയറക്ഷനിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് ലെയർ താറങ്ങി മാത്രമാണ് മെയിൻ റോഡിൻ്റെ ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് സെക്കൻഡ് ലെയർ താറങ്ങിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്യുകയാണ്. ഇവിടെ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിങ്ങുകളെല്ലാം ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇടവിട്ടുള്ള സ്ഥലങ്ങളിൽ കുറച്ച് മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. ഇപ്പോൾ താറിങ്ങിന് വേണ്ടിയുള്ള മെഷീനൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഇവിടെ സെക്കൻഡ് ലെയർ താറിങ്ങിൻ്റെ വർക്ക് നടക്കുമെന്ന് കരുതുന്നു. ഇനി ഈ കാണുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് വർക്ക് പെൻഡിങ് ഉള്ളത്. ഏകദേശം 500 മീറ്ററോളം ഡിസ്റ്റൻസ് ഇനി കവർ ചെയ്യാനുണ്ട്. ഇവിടെ മണ്ണ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി റെഡ് സോയിലും പിന്നെ ഡ്രെഡ്ജ് ചെയ്തെടുത്തിട്ടുള്ള മണ്ണും ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം. ഇപ്പോൾ നേരെ കാണുന്നതാണ് കൊട്ടിയത്ത് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ ഭാഗം. ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭാഗം വരെയാണ് ഇപ്പോൾ മണ്ണ് നിരത്തി കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ GSP ഒക്കെ നിരത്തി ടാറിംഗ് വർക്കുകളൊക്കെ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് കൊട്ടിയം എത്തുന്നതിന് മുന്നേയുള്ള എക്സിറ്റ് പോയിൻ്റ്. ഇത് സിതാര ജംഗ്ഷനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു എക്സിറ്റ് പോയിൻറ്റിൻ്റെ നേരെ എതിർവശത്താണ് നേരത്തെ കണ്ട എൻട്രി പോയിൻ്റ് വരുന്നത്. ഇവിടെ ആറിവാൾ ബ്ലോക്കുകളൊക്കെ സ്ഥാപിച്ച ഭാഗങ്ങളിലൊക്കെ പ്ലംബിംഗ് വർക്കുകളെല്ലാം നടന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ താറങ്ങി മാത്രമേ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് ലെയർ താറങ്ങിന് ബാക്കിയുണ്ട്. ഡ്രെയിനേജ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർലോക്ക് പാതകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ വീതിയുണ്ട്, മറ്റു ചില ഭാഗങ്ങളിൽ വീതി കുറവാണ്. അവിടെയും അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഇപ്പോൾ നടപ്പാതകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് കൊട്ടിയത്ത് നിർമ്മിച്ച ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചകൾ.
ഇവിടെ ഇനിയും അറിവാൾ പാനലുകൾ ഉയരേണ്ടതുണ്ട്. കൊട്ടിയത്ത് 4 ഓപ്പണിങ്ങുകളുള്ള ഫ്ലൈ ഓവറാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ 3 ഓപ്പണിങ്ങുകൾ ഇപ്പോൾ വാഹന ഗതാഗതത്തിന് മറ്റുമായിട്ടൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4ാമത്തെ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്ത് ഉടൻ തന്നെ അവിടെയും വാഹന ഗതാഗതത്തിനായി തുറന്നു കൊടുക്കും എന്ന് കരുതുന്നു. ഈ ഒരു ഭാഗം കൂടി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ കൊട്ടിയത്തുള്ള ഗതാഗത കുരുക്കിന് കുറച്ചൊക്കെ പരിഹാരമായിരിക്കാം. പാർക്കിംഗ് ആണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം. ഫ്ലൈ ഓവറിൻ്റെ ചില പിയറിലൊക്കെ പെയിൻറ്റിംഗ് വർക്കുകൾ നടന്നിട്ടുണ്ട്. പല പിയറുകളിലും പോസ്റ്റർ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ ഈ ഫ്ലൈ ഓവറിൻ്റെ വടക്ക് സൈഡിലുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗം ഒന്ന് പോയി കാണാം. കൊട്ടിയത്തെ ലുലു മാൾ വരുന്ന ഭാഗമാണ് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇവിടെ മുകളിൽ നോക്കുകയാണെങ്കിൽ അറിവാൾ പാനലുകളൊക്കെ ഏകദേശം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭാഗം വരെ ആയിരിക്കാം ടാറിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം. ഈ ഫ്രിക്ഷൻ സ്ലാബുകളൊക്കെ സ്ഥാപിച്ച ഭാഗത്ത് പ്ലംബിംഗ് വർക്കുകളൊക്കെ കുറേ നടന്നതായി കാണാം. ഇവിടെ നിന്നും അകത്തേക്ക് കയറി ആ ഭാഗത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ മെയിൻ റോഡിൻ്റെ മധ്യഭാഗത്തെയും 2 സൈഡിലെയും ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ടാറിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള മെയിൻ റോഡിൻ്റെ സൈഡുകളിൽ ഫ്രിക്ഷൻ സ്ലാബുകളും അറിവാൾ പാനലുകളൊക്കെ വെച്ചിരിക്കുന്നതായി കാണാം. ഈ ഒരു ഭാഗം വരെയാണ് ഇപ്പോൾ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ചുകൂടി ദൂരത്തേക്ക് മണ്ണ് ലെവൽ ചെയ്തിട്ടിട്ടുണ്ട്. ഇടത് സൈഡിലായിട്ട് ഇനി കുറച്ചുകൂടി മണ്ണ് കൊണ്ടിട്ട് ഉയർത്തേണ്ടതുണ്ട്. അറിവാൾ പാനലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ഉയരത്തിലാണ് മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ടത്. കുറച്ച് ദൂരെയായി എക്സ്കവേറ്ററുകൾ അവിടെ നിന്ന് മണ്ണ് നിരത്തുന്ന ഒക്കെ കാണാൻ കഴിയും. അവിടെ ഡ്രെഡ്ജ് ചെയ്തെടുത്ത മണ്ണുകളും ഉപയോഗിച്ചിട്ടുണ്ട്, റെഡ് സോയിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 750-800 മീറ്ററോളം ഡിസ്റ്റൻസിൽ ഇനി ടാർ ചെയ്യാനുണ്ട് ബാക്കി. ഇനി ഇവിടെ നിന്ന് തിരിച്ച് ഉമയനല്ലൂർ ഭാഗത്തേക്ക് പോകാം. ഉമയനല്ലൂർ ജംഗ്ഷനിൽ ഒരു സ്മാൾ വെഹിക്കുലർ അണ്ടർപാസാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതും തിരുമുക്കിലെ പോലെ തന്നെ വളരെ ചെറിയൊരു അടിപ്പാതയാണ്. ഈ ഒരു അടിപ്പാത വളരെ മുന്നേ തന്നെ നിർമ്മാണം പൂർത്തിയാക്കി അടിപ്പാതയുടെ മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ 2 വശത്തുകൂടിയും ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ലൈൻ മാർക്കിങ്ങുകളൊക്കെ ചെയ്യാനുണ്ട്. റോഡിൻ്റെ ഇടത് സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറേ ദൂരത്തേക്ക് ഒരു സൈഡിൽ ലൈൻ മാർക്കിംഗ് ചെയ്തതായി കാണാം. ക്രാഷ് ബാരിയറിൻ്റെ ഭാഗവും ഏകദേശം കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയും പെയിൻറ്റിംഗ് വർക്കുകൾ പുരോഗമിക്കാനുണ്ട്.
ഇപ്പോൾ ഉമയനല്ലൂർ അടിപ്പാത കഴിഞ്ഞ് നേരെ മേവറം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് മേവറത്ത് നിർമ്മിക്കുന്ന അടിപ്പാതയുടെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തേക്കാണ്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ സർവീസ് റോഡ് വഴിയാണ് കൊല്ലം ഡയറക്ഷനിലേക്കും ബൈപ്പാസിലേക്കുമൊക്കെ പോകുന്നത്. ഇനി ഇവിടെ നിന്നും സർവീസ് റോഡ് വഴി മേവറം അടിപ്പാതയുടെ അടുത്തേക്ക് പോകാം. അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ ഒരു ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളൊക്കെ ഇനി നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തെക്ക് ഭാഗത്തെ അപ്രോച്ച് റോഡാണ്. ഇവിടെ ഒരു സൈഡിൽ ആറിവാൾ ബ്ലോക്കിൻ്റെ വർക്ക് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ഇടത് സൈഡിലുള്ള വർക്കാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇവിടെയും ഡ്രെഡ്ജ് ചെയ്തെടുത്ത മണ്ണ് ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം. സർവീസ് റോഡ് വഴി നേരെ പോയി ഇടതേക്ക് തിരിഞ്ഞാണ് കൊല്ലം ടൗണിലേക്ക് പോകുന്നത്. നേരെ പോയി കഴിഞ്ഞാൽ ബൈപ്പാസ് വഴി നമുക്ക് പോകാവുന്നതാണ്. മേവറത്തും ഒരു വെഹിക്കുലാർ അണ്ടർപാസാണ് നിർമ്മിച്ചിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ ഭാഗത്തെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ ആ ഒരു അടിപ്പാതയുടെ മറുവശത്തെ കാഴ്ചയാണ് കാണുന്നത്. ഇവിടെയും ആറിവാൾ ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. മേവറത്തെ അടിപ്പാത കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ തന്നെയാണ് ഒരു എൻട്രി പോയിൻ്റ് വരുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും ഒക്കെ അടുത്ത് തന്നെയാണ് ഉള്ളത്. എൻട്രി പോയിൻ്റ് കഴിഞ്ഞ് ഒരു 100 മീറ്ററിനകത്ത് തന്നെയാണ് എക്സിറ്റ് പോയിൻറ്റും വരുന്നത്. ഈ നേരെ കാണുന്നതാണ് ഒരു എക്സിറ്റ് പോയിൻ്റ്. ഇവിടെ നിന്ന് നേരെ ഉമയനല്ലൂർ കൊട്ടിയം ഭാഗത്തൊക്കെ പോകാവുന്നതാണ്. റോഡിൻ്റെ ഇടത് സൈഡിലെ കാഴ്ചകളാണ് ഇത്രയും നേരം നിങ്ങൾ കണ്ടത്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള കാഴ്ചകളോടി കണ്ട് മുന്നോട്ട് പോകാം. ഇനി ഇവിടെ നിന്ന് നേരെ കൊട്ടിയം ഭാഗത്തേക്കാണ് പോകുന്നത്.
ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കോട്ടയത്ത് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ മറുവശത്തെ കാഴ്ചയാണ്. ഇവിടെ നിന്ന് ഇടതേക്ക് തിരിഞ്ഞാണ് കുണ്ടറ ഭാഗത്തേക്ക് പോകുന്നത്. ഇനി ഇവിടെ നിന്നും നേരെ മൈലക്കാട് വഴി ഇത്തിക്കര പോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം. രണ്ട് സൈഡിലെയും കാഴ്ചകൾ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വീഡിയോ അവസാനം വരെ കാണാം. നാഷണൽ ഹൈവേയുടെ മറ്റ് സ്ഥലങ്ങളിലെ അപ്ഡേറ്റുമായി ഉടൻ തന്നെ വരാം. ഈ ഒരു എൻട്രി പോയിൻ്റാണ് നേരത്തെ കണ്ടത്. ഇവിടെയാണ് ഒരു വലിയ ആക്സിഡൻറ്റ് നടന്നിരിക്കുന്നത്.
ഇത് ഇത്തിക്കര പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഇവിടെ ഈ കുന്നിൻ്റെ മുകൾ ഭാഗത്ത് മണ്ണൊക്കെ നീക്കം ചെയ്ത് സർവീസ് റോഡ് ആ കുന്നിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.